ഗണപതിയെ ചുമർചിത്ര ശൈലിയിൽ വരക്കുമ്പോൾ വലത്തെ കൈയിൽ മഴു ഏന്തിയതായി പലയിടങ്ങളിലും വരച്ചു കാണാറുണ്ട്. ധ്യാന ശ്ലോക അടിസ്ഥാനത്തിലാണ് ഗണപതിയെ ആവിഷ്കരിക്കുന്നതെങ്കിൽ അങ്കുശമാണ് വിഘ്നേശ്വരൻ്റെ വലതു കൈയിൽ വരച്ചു ചേർക്കേണ്ടത്. പരമശിവന്റെ ആയുധമാണ് മഴു. അത് ശിവൻ തൻ്റെ പ്രിയ ശിഷ്യനായ പരശുരാമന് ദാനം ചെയ്തു എന്നതാണ് ഐതിഹ്യം. അതുകൊണ്ട് ഒരു കാരണവശാലും മഴു ഗണപതിയുടെ ആയുധമായി വരയ്ക്കേണ്ടതില്ല. കൂടാതെ ഗണപതിയുടെ ധ്യാന ശ്ലോകങ്ങളിൽ അങ്കുശധാരിയായാണ് ഗണപതിയെ വർണ്ണിക്കുന്നത്. അങ്കുശം എന്നാൽ ആനയെ നിയന്ത്രിക്കുന്ന അറ്റത്ത് ഇരുമ്പിൻ്റെ കൊളുത്തുള്ള വടി അഥവാ ആനത്തോട്ടിയാണ്. ആനയെ നിയന്ത്രിക്കുവാനും മെരുക്കുവാനും ഉപയോഗിക്കുന്ന ഈ ആയുധം നിയന്ത്രണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു.